ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്ദ്യ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്ദ്യ കൂർലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛന്മാർ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാർ, സുവിശേഷകർ, വിശ്വാസ സമൂഹം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വർഷത്തെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവമായ കർത്താവ് നൽകിയ എല്ലാ അവസരത്തിനുമായിട്ട് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് നിയോഗം നൽകിയ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട കൂർലോസ് തിരുമേനിക്കും, ഭദ്രാസന സെക്രട്ടറി തോമസ് സെക്രട്ടറി, ഭദ്രാസന ട്രഷറർ ജോജി സാറിനും മറ്റെല്ലാ പ്രിയപ്പെട്ടവരുമുള്ള സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയാണ്. അഭിവന്ദ്യ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ സാന്നിധ്യം എനിക്ക് വളരെയധികം ബലവും കരുത്തും പകരുന്നതാണ്. ഞാനൊരു 22 വർഷങ്ങൾക്ക് മുൻപ് ഈ സഭയിൽ ഒരു പട്ടക്കാരനാകണമോ ആകേണ്ടയോ അതിനുള്ള നിയോഗമുണ്ടോ എന്നൊക്കെ ആലോചിച്ച് എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ഭവനത്തിലായിരിക്കുമ്പോൾ സുവിശേഷ വേലയിൽ തൽപരനായ ചെറുപ്പക്കാരെ കണ്ടെത്തി അവർക്ക് അന്നത്തെ ഭദ്രാസന എപ്പിസ്കോപ്പ ഒരു കത്ത് അയക്കുന്ന പതിവുണ്ട്. അങ്ങനെ 2004 ഒരു കത്ത് കിട്ടുകയും ഒരു വർഷം അന്നത്തെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന എപ്പിസ്കോപ്പയും ഇപ്പോഴത്തെ മാർത്തോമാ മെത്രാപ്പോലീത്തയോടുമൊപ്പം ചെലവഴിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ സഭയിൽ ഒരു പട്ടക്കാരനായിട്ട് തീർന്നത് എന്ന് പ്രത്യേകം ഓർക്കുകയാണ്. ഇപ്പോഴേതെങ്കിലും ഭദ്രാസന എപ്പിസ്കോപ്പമാർ അങ്ങനെ എടുത്തെഴുതി ചെറുപ്പക്കാരെ ശുശ്രൂഷയിലേക്ക് വിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ഈ ധ്യാനം എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനോട് ചേർന്ന് പങ്കുവയ്ക്കുവാൻ ഇടയായിട്ട് തീർന്നതിൽ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പൊതുവെ അല്പം സ്പീഡിൽ പ്രസംഗിക്കുന്നയാളാണ് ഞാൻ. ഇന്ന് ഈ തിരുമേനിമാരുടെ സാന്നിധ്യം, പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം, എൻ്റെ ഗുരു VS വർഗീസ് അച്ഛൻ്റെ സാന്നിധ്യം ചിലപ്പോൾ എൻ്റെ ചങ്കിടിപ്പ് കൂട്ടുന്നതുകൊണ്ട് ഞാൻ അല്പം കൂടെ സ്പീഡിൽ പറഞ്ഞേക്കാം. അടുത്തതിന് ശരിയാക്കുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും 11-ാമത്തെ വാക്യവുമാണ്. The Gospel according to St. Matthew chapter 4 verses 1-4 and 11. ഞാൻ അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ണിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭദ്രാസന കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം രാത്രിയിൽ ദൈവവചന ധ്യാനത്തിനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. ദൈവമക്കളെല്ലാം കണ്ണുകളെ അടച്ചാട്ട്. ഹല്ലേലൂയ. ശാന്തമായി ഈ രാത്രിയിൽ കർത്താവേ എന്നോട് പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവമക്കളെല്ലാം കണ്ണുകളെ ശാന്തമായിട്ട് അടച്ചിരിക്കണം. ലോകത്തിൻ്റെ കാഴ്ചകളല്ല ഇന്ന് രാത്രിയിൽ എന്നെ ഭരിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മചൈതന്യം ഇന്ന് രാത്രികാലം എൻ്റെ ജീവിത അനുഭവങ്ങളിൽ, ഹല്ലേലൂയ, ദൈവം ഇടയാക്കണമേ എന്ന തീവ്രമായ അനുഭവത്തോടു കൂടി ഈ രാത്രിയിൽ ഒരുമിച്ചായിരിക്കാൻ നമുക്കിടയായിട്ട് തീരണം. അതുകൊണ്ട് ദൈവമക്കളെല്ലാം ശാന്തമായി ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിയാട്ട്. ഇന്ന് സ്വർഗം തുറന്ന് സന്തോഷിക്കുന്ന രാത്രിയാണ് ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ. ദൈവമേ, ആഴമായി ദൈവവചനം എൻ്റെ ഹൃദയത്തിലേക്ക് പരിവർത്തിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ട്.
എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. ചേർന്ന് പാടാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ മരുഭൂയാത്രയാതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്രയാതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയാ നീ തൂണാൽ എന്നെ അനുദിനം വഴി നടത്തും. ദൈവത്തിന് സ്തോത്രം. പകൽ മേഘസ്തംഭം രാത്രിയാ നീ തൂണാൽ എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. നീ തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. നിൻ്റെ കൃപയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ല. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ ഈ വചനകൂടാരത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി വ്യാപാരമുണ്ടാകുവാൻ സഹായിക്കണമേ. നിന്റെ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിമാരെ നീ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ ബലപ്പെടുത്തണമേ. സുവിശേഷകരെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു ക്രിസ്തു തൻ്റെ ജീവിത യാത്രയിൽ കടന്നുപോയ പല അനുഭവങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷണം. ഇന്ന് രാത്രിയിൽ ഞാൻ ധ്യാനിക്കുന്ന മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിലും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷണത്തെ സുവിശേഷകർ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രാരംഭമായി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ സ്നാനം, യേശുക്രിസ്തുവിൻ്റെ പരീക്ഷണം, യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിക്കുന്നത് ദ ഗലീലിയൻ മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷ. ഇത് നമുക്ക് കൂട്ടി വായിച്ച് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പരീക്ഷണത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സ്നാപനമാണ്. 3-ാം അധ്യായത്തിലാണ്, മത്തായി 3-ാം അധ്യായത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ സ്നാപനം. ലൂക്കോസിലാണെങ്കിൽ അത് 3-ാമത്തെ അധ്യായത്തിലാണ്. മർക്കോസിലാണെങ്കിൽ 9, 10, 11 വാക്യങ്ങളിലാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പരീക്ഷണത്തെയും ഉപവാസത്തെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയും ലൂപ്പ് എന്ന് പറയും. അതായത് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്.
അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പരീക്ഷണം സ്നാനത്തിൽ തുടങ്ങി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയോളം തുടർന്നു പോകുന്ന അനുഭവമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഞാൻ ഈ 3 പരീക്ഷണങ്ങളെയും ചെറുതായി പറഞ്ഞിട്ട് ഞാൻ ഇന്ന് രാത്രിയിൽ പറയുന്നത് ഒന്നാമത്തെ പരീക്ഷണമാണ്. എന്നാൽ ഞാനതിനൊന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ മുൻപോട്ട് പോകാം. നമ്മൾ ഈ ഒന്നാമത്തെ പരീക്ഷണം അതൊരു മെറ്റീരിയലിസത്തിൻ്റെ പരീക്ഷണമാണ്, ഭൗതികതയുടെ പരീക്ഷണമാണ്. രണ്ടാമത്തെ പരീക്ഷണം നമ്മൾ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ടതാണ്, അത് മുകളിൽ നിന്നും താഴേക്ക് ചാടാനായിട്ടുള്ള ഒരു പരീക്ഷണമാണ്, അതൊരു മാർക്കറ്റിൻ്റെ പരീക്ഷണമാണ്. മൂന്നാമത്തെ പരീക്ഷണം കാണുന്നതെല്ലാം നിൻ്റേതാകും എന്ന് പറയുന്ന ഒരു മൊണോപ്പൊളിയുടെ, കുത്തകയുടെ പരീക്ഷണമാണ്. അപ്പോൾ ഭൗതികത, കച്ചവടം, കുത്തക, ഇത് 3 ഈ പരീക്ഷണങ്ങളിൽ നമുക്ക് കാണാൻ ഇടയായിട്ട് തീരും. ഞാനത് ഇച്ചിരി കഴിയുമ്പോൾ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ പരീക്ഷണം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉപവാസം, 40 ദിവസത്തെ ഉപവാസമൊന്നും നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ ഒരു PR വർക്കോ ഒരു തള്ളോ ഒന്നും വെച്ചുള്ള പരീക്ഷണമോ ഉപവാസമൊന്നുമല്ല. അതിനുവേണ്ടിയുള്ള ഒരു പ്രകടനമല്ല യേശുക്രിസ്തു അവിടെ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാനിതിനകത്ത് പ്രധാനപ്പെട്ട 1-2 സംഗതികൾ ഹൈലൈറ്റ് ചെയ്തിട്ട് മുൻപോട്ട് പോകാം. ഒന്ന്, പിശാച് എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന, മരുഭൂമിയിൽ പരീക്ഷിക്കുന്നയാണ്. മത്തായി പിശാച് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, സാത്താൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ടെംപ്റ്റർ, പരീക്ഷകൻ എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ലൂക്കോസിൽ പിശാജ് എന്ന വാക്കേ ഉള്ളൂ. ചില ആളുകളൊക്കെ ഇതിനെ വായിക്കുമ്പോൾ പ്രാശ് എന്നൊക്കെ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ വാക്കുകളൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ കുറച്ച് കളർ ചെയ്ത് വായിക്കേണ്ട ആവശ്യമില്ല. മർക്കോസ് സാത്താൻ എന്ന വാക്ക് മാത്രമേ, സേറ്റാനസ് എന്ന വാക്ക് അല്ലെങ്കിൽ സേറ്റൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ മത്തായി 4 എന്ന് പ്രസംഗിക്കുന്നതിൻ്റെ കാരണം അതാണ്. പരീക്ഷകൻ എന്ന വാക്ക് അവിടെ വളരെ പ്രധാനമായിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ ആളുകളൊക്കെ തെറ്റിച്ച് പറയുന്ന ഒരു സംഗതിയുണ്ട്. യേശുക്രിസ്തുവിനെ പരീക്ഷണത്തിന് കൊണ്ടുപോയത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചാടി വന്നില്ല. പിള്ളേർ സ്കൂളിൽ ഉത്തരം പറയുന്ന പോലെ അങ്ങ് പറയും, പിശാച് കൊണ്ടുപോയി എന്ന് പറയും. അല്ല, നിങ്ങൾ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് വായിക്കുന്നത്. ഏതാത്മാവ്? വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ച, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്ന വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, അതായത് പാഴും ശൂന്യമായിരുന്നതിനെ പൂർണ്ണമാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ബസലേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അതല്ല, ആദിമസഭയിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഈ ആത്മാവാണ് പരീക്ഷിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാരംഭമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. മറ്റൊന്ന്, 40 ദിവസം എന്ന് പറയുന്ന ഒരു നമ്പറാണ്. 40 ദിവസം എന്ന് പറയുന്ന നമ്പർ പുതിയ നിയമത്തിലെ എല്ലാ സംഖ്യകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് 40 ആണെങ്കിലും 3 ആണെങ്കിലും വെളിപാട് പുസ്തകത്തിൽ 7 ആണെങ്കിലും ഇതിനെല്ലാം അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞിടയിൽ ഒരു പ്രസംഗത്തിന് ഞാൻ ചോദിച്ചു, ഈ യേശു ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിനാണല്ലോ ഒറ്റി കൊടുക്കുന്നത്, എന്തിനാണ് ഈ 30 വെള്ളിക്കാശ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 28 പോരായിരുന്നു, അല്ലെങ്കിൽ 31 പോരായിരുന്നു. ഈ 30 എന്ന് പറയുന്നത് മത്തായി 26-ൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഖ്യയാണ്. അപ്പോൾ ഒരു കൊച്ചൻ വളരെ മിടുക്കനാണ്, അവന് ന്യൂജൻ പാർട്ടിയാണ്, അവൻ മുമ്പ് ഇരിപ്പുണ്ട്, യോയോ ആളാണ്. അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ അന്ന് ഗൂഗിൾ പേ സംവിധാനമില്ലാത്തതുകൊണ്ട് ജ്യൂഡസ് അങ്കിളിന് ചില്ലറ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 30 ആക്കി എന്ന് അവൻ മുമ്പ് ഇരുന്ന് വിളിച്ചു. മിടുക്കനായിട്ട് അവൻ പറഞ്ഞതാണ്. എന്തിനാണ് 30 എന്ന് പറയുന്നത്? പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം വായിക്കുമ്പോഴും സക്കറിയ പ്രവാചന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോഴും 30ൻ്റെ സിഗ്നിഫിക്കൻസ് പഴയ നിയമത്തിലുണ്ട്. പുറപ്പാടിൽ ഒരു അടിമയുടെ വിലയാണ് 30 വെള്ളിക്കാശ്. സക്കറിയാവിൻ്റെ പുസ്തകത്തിൽ ഒരാട്ടിടയൻ്റെ ഒരു ദിവസത്തെ കൂലിയാണ് 30 വെള്ളിക്കാശ്. അതുകൊണ്ട് 40 ദിവസം യേശുക്രിസ്തു ഉപവസിച്ചു എന്ന് പറയുമ്പോൾ അത് മോശ 40 ദിവസം സീനായി പർവ്വതത്തിൽ ദൈവത്തോട് ഇടപെട്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. ഇസ്രായേൽ ജനത 40 സംവത്സരം നടന്ന് മരുഭൂമിയിലൂടെ നടന്നതിൻ്റെ എല്ലാം ഓർമ്മപ്പെടുത്തലുണ്ടെന്ന്. അങ്ങനെ പല 40 ഉണ്ട്. എല്ലാം കൂടെ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ ബാക്കി വീട്ടിൽ പോയിട്ടൊരു അസൈൻമെൻറ്റ് പോലെ ഈ സീരിയലൊക്കെ കണ്ട് ക്ഷീണിച്ചിരിക്കുമ്പം വായിക്കാൻ സമയം കിട്ടുമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ ബാക്കി 40 കൂടെ പിടികിട്ടും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് ഒന്ന് മെറ്റീരിയലിസം, ഒന്ന് ഭൗതികതയാണ്. രണ്ടാമത്തെ പരീക്ഷണം മാർക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ പരീക്ഷകൻ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്നും പറയുകയാണ്, താഴേക്ക് ചാടാൻ പറയുകയാണ്, ടു ജമ്പ് ഇൻ.
എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ പരസ്യം ദേ അറ്റംപ്റ്റ് ടു ജമ്പ് ഇൻ, ചാടാൻ വേണ്ടി നമ്മളോട് ഇങ്ങനെ പറയും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ജമ്പ് ഔട്ട്. നമുക്ക് തിരിച്ചു കയറാൻ പ്രയാസമാണ്. ഇപ്പോഴത്തെ കച്ചവട സംസ്കാരങ്ങളിലെല്ലാം എല്ലാ കാര്യങ്ങളിലും നമ്മെ ചാടാൻ പ്രേരിപ്പിക്കുന്ന സംഗതിയാണ്. യേശു ക്രിസ്തു ചാടുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തേത് മോണോപ്പൊളിയാണ്. അവിടെ കൊണ്ടുവന്ന് ഉയർന്ന മലയുടെ മുകളിൽ, ലൂക്കോസ് ആണെങ്കിൽ ഒരു ഉയർന്ന പ്രദേശം എന്നാണ് പറയുന്നത്. ഉയർന്ന മല എന്ന് പറയുമ്പോൾ മലയുടെ പേരൊന്നും ഇവിടില്ല എങ്കിലും മത്തായി എഴുത്തുകാരനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് 28-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഗലീലയിലെ മലയിലേക്ക് പോകാൻ പറയുന്നതുകൊണ്ട് പഴയ പല പുതിയ നിയമ പഠിതാക്കളും പറയുന്നത് അത് ഗലീല ഒരു മലയായിരിക്കും എന്നാണ് പറയുന്നത്. ഈ കാണുന്നതെല്ലാം നിൻ്റേതാകും, എന്നെ താണു വീണ് നമസ്കരിച്ചാൽ മതി എന്ന് പറയുകയാണ്. എല്ലാം എൻ്റേതാക്കണം എന്നുള്ളതാണ് കുത്തക, മോണോപ്പൊളി. എല്ലാം നമ്മുടേത് മാത്രമാകണം എന്നുള്ളതാണ് കുത്തക. യേശുക്രിസ്തുവിൻ്റെ മറുപടി ഇതെല്ലാം എൻ്റേതാകണം എന്നുള്ളതല്ല. അത് ഞാൻ ഒരു ഉദാഹരണത്തെ പറയാം. ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഈ വർഷം മണ്ഡലം അസംബ്ലിയൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെയധികം വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരികയാണ്. നിങ്ങൾ പല പള്ളികളിലും സ്ഥാനം കുത്തകയാക്കി വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. ക്രമമായിട്ട് നിങ്ങൾ കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ ഉള്ള ചരിത്രം എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നിങ്ങളുടെ പള്ളികളിലോ നിങ്ങളുടെ ചുറ്റുപാടുകളിലോ നോക്കിയാൽ മൊണോപ്പൊളൈസ് ചെയ്തിരിക്കുകയാണ്. ചില ആളുകൾ, വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ക്രമമായി 3 വർഷം കമ്മിറ്റി ഇരിക്കാൻ പറ്റുന്ന കുത്തകയാക്കി കയ്യിൽ വെക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു അപ്പാപ്പനുണ്ട്, എന്ന് വെച്ചാൽ പ്രായമുള്ള അപ്പച്ചൻ എന്നാണ്. അദ്ദേഹം മിക്കവാറുള്ള എല്ലാ കമ്മിറ്റികളിലും അദ്ദേഹമുണ്ട്. പള്ളിയിലെ കമ്മിറ്റിയിലുണ്ട്. അത് മിക്കവാറും മണ്ഡലം അസംബ്ലി ഒപ്പിക്കുമ്പോൾ 3 വർഷം അതിൻ്റെ കൂടെ ഭൂമിന് ഇടയ്ക്ക് ഇലക്ഷന് നിൽക്കണ്ട. സംഘടനകളുടെ എല്ലാ കമ്മിറ്റികളിലും ഈ പുള്ളി മിക്കവാറും കയറിയിരിക്കും. എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ നമ്മുടെ ഈ സംഘടനകളുടെ വാർഷികം സാധാരണ നടക്കുന്നത് ഈ വീടുകളിലൊക്കെ വെച്ചായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഒരു സംഘടനയുടെ വാർഷികം നടക്കുമ്പോൾ അദ്ദേഹം ഇടകമ്മീഷനിലുണ്ട്, വികസന സമിതിയിലുണ്ട്, സീനിയർ സിറ്റിസണിലുണ്ട്, അതിനകത്തെല്ലാം കമ്മിറ്റിയിലുണ്ട്. ഒരു സംഘടനയുടെ വാർഷികം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് താടിയിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ ഗോഡ് ഫാദർ സിനിമയ്ക്കകത്ത് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഈ ശങ്കരാടി ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് ബോധമില്ല, അദ്ദേഹത്തെ കൊണ്ട് ഇവർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമുണ്ട്. താടി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ താടി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അത് കണ്ടില്ലെങ്കിൽ അയാളുടെ പേര് പറയത്തില്ല. എന്നാൽ അടുത്ത പോസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ നിരന്തരമായി ഒരു സംഘടന കഴിഞ്ഞു അടുത്ത സംഘടന. എൻ്റെ ചിന്തയിൽ പണ്ട് അദ്ദേഹം കൊയറിലും സൺഡേ സ്കൂളിലും കയറി കാണും. പുള്ളിക്ക് കയറാൻ പറ്റാത്ത സംഘടന സേവ്യ സംഘം മാത്രമുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അതിന് പുള്ളി ബിനാമിയെ വെച്ച് കയറുന്ന രീതിയാണ്. ഇതാണ് മോണോപ്പൊളി. എൻ്റേതെല്ലാമാകാം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടം, നമ്മൾ എന്തിലേക്കും എടുത്തു ചാടുവാനായിട്ട് ശ്രമിക്കുന്ന കാലഘട്ടം, ഭൗതികതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന കാലഘട്ടം. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ പരീക്ഷണം ഇന്ന് രാത്രിയിൽ നമ്മെ വെല്ലുവിളിക്കുന്നത്. ഞാൻ ഒന്നാമത്തെ പരീക്ഷണം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. 2ഉം 3ഉം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പരീക്ഷണം കല്ല് അപ്പമാകുന്ന പരീക്ഷണമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സ്നാനം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. സ്നാനത്തിൽ സ്വർഗം തുറന്ന് ഒരു വാക്കുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഒന്നാമത്തെ പരീക്ഷണം കഴിയുമ്പോഴും ഈ പരീക്ഷകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാക്കി തീർക്കുക എന്ന് പറയുകയാണ്. കല്ല് അപ്പമാക്കി തീർക്കുക. അപ്പം നിങ്ങൾ ഈ അപ്പം എന്ന വാക്ക്, അത് നമ്മൾ കഴിക്കുന്ന പാലപ്പം അല്ലെങ്കിൽ നിങ്ങൾ വീശപ്പം, അങ്ങനെയുള്ള ഈ അപ്പം മാത്രമായി ഇതിനെ കാണരുത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ വേണ്ടുന്ന ഭക്ഷണം ഏതൊക്കെയാണോ, എന്താണോ, അതാണ് അപ്പം. ഫോർ അവർ ലൈഫ് സസ്റ്റെയിനിങ്, ഇതാണ് അപ്പം. അപ്പം ഇതിനകത്ത് രസകരമായൊരു സംഗതിയുണ്ട്. ഇതിൻ്റെ റൂട്ട് വേർഡിൽ ഇതിൻ്റെ ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്ന, അതായത് കല്ലുകളെ അപ്പങ്ങൾ ആക്കാൻ പറ്റുമോ എന്ന്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ സ്റ്റോൺസ് ടു ലോവ്സ് ഓഫ് ബ്രെഡ് എന്നാണ് ഇംഗ്ലീഷിൽ പുതിയ ട്രാൻസ്ലേഷനിലൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിനകത്ത് എഴുതിയിരിക്കുന്നത് കല്ലെന്നുള്ള സിംഗുലർ, കല്ലിനെ അപ്പമാക്കാമോ എന്നാണ് ചോദ്യം. അത് ഭാഗ്യമായി. അപ്പങ്ങൾ ആക്കാമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേരെല്ലാം കൂടെ പാടിക്കൊണ്ട് നടന്നില്ല. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനിഷ്ടം അങ്ങനെയുള്ള പാട്ടൊക്കെ വേണേൽ അവർ പാടി സൺഡേ സ്കൂൾ പഠിപ്പിക്കണം പിള്ളേർ പാടി. അത് കാര്യമായി. അപ്പം എന്നുള്ള ഒരു അപ്പം എന്നാണ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് അപ്പം എന്നല്ല, ഒന്നിലധികം ജീവിതത്തെ നിലനിർത്തുന്ന അനുഭവമാണ് നമുക്കിവിടെ കാണാം. അത് ഗാസയിൽ വരിവരിയായിട്ട് നിൽക്കുന്ന അഭയാർത്ഥികൾ, നിങ്ങൾ ഈ കഴിഞ്ഞ ഇടയിലൊക്കെ വന്ന മാഗസിനുകളുടെ കുഞ്ഞുങ്ങളുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ വളരെ സങ്കടമാണ്. എല്ലും തോലുമുള്ള. അതുകൊണ്ട് ഗാസയിൽ വരിവരിയായി നിൽക്കുന്ന അഭയാർത്ഥികൾ, നമ്മുടെ വീട്ടിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് അല്പം അന്നം മാത്രം കിട്ടുന്ന ആളുകൾ,
ഈ ആളുകളുടെ എല്ലാം ഉപജീവനത്തിൻ്റെ അനുഭവം ഈ അപ്പം എന്ന വാക്കിൽ നമുക്ക് കൊണ്ടുവരുവാൻ സാധ്യമായിട്ട് തീരും. അത് ഈ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വായിക്കേണ്ട ഒരു സുന്ദരമായൊരു കഥയുണ്ട്. OV വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ കടൽ തീരം എന്ന് പറയുന്നൊരു കഥയുണ്ട്. അത് വായിച്ചിട്ടുള്ള ആളുകൾ കാണും, വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിക്കണം. ഈ കടൽ തീരം എന്ന് പറയുന്ന കഥയിൽ വെള്ളായപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന തൂക്കുശിക്ഷ ഏറ്റുവാങ്ങുവാൻ കിടക്കുന്ന തൻ്റെ മകനെ കാണാനായിട്ട് പോകുന്നൊരു രംഗം OV വിജയൻ വിവരിക്കുന്നുണ്ട്. ഈ വെള്ളായപ്പൻ വീട്ടിൽ നിന്ന് മകന് പൊതിച്ചോറ്, ഭാര്യയുടെ പേര് കോടച്ചി എന്നാണ്, ഭാര്യ കെട്ടി പൊതിഞ്ഞു കൊടുക്കുന്ന പൊതിച്ചോറും പിടിച്ചുകൊണ്ട് മകനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ജയിലിൽ നിന്ന് വന്ന ഒരു ചെറിയ ചീട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് വായിക്കാൻ വെള്ളായപ്പൻ അറിയില്ല, അക്ഷരജ്ഞാനമില്ല. ആരോടൊക്കെ ചോദിച്ചപ്പോൾ നാളെ രാവിലെ വെളുപ്പിനെ 5 മണിക്ക് തൂക്കിക്കൊല്ലും എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതുമായി വണ്ടിയിൽ കയറി മകൻ അവസാനമായി കൊടുക്കുവാൻ പോകുന്ന പൊതിച്ചോറുമായി വെള്ളായപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ നടക്കുന്നതിനെ OV വിജയൻ വളരെ ഗംഭീരമായി വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം നടന്നു പോകുമ്പോൾ പല ആളുകളും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ഒരു മൂളൽ മാത്രം നടന്നുപോയി. അവിടെ ചെന്നിട്ട് കണ്ണൂരിൽ ചെന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് പലരോടും ചോദിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴി. പലരും കളിയാക്കി പറയുന്നുണ്ട്, കട്ടാൽ മതി കാർന്നവരെ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ജയിലിൽ ചെല്ലും എന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഓട്ടോക്കാരൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഈ മനുഷ്യൻ നടന്നില്ലുകയാണ്. നടന്നു നിന്ന് ജയിലിൽ ചെല്ലുമ്പം പാറാവുകാരൻ തടയുമ്പോൾ ചീട്ടെടുത്ത് കാണിക്കുന്നു. പാറാവുകാരൻ്റെ മുഖം മാറി, അദ്ദേഹത്തിന് ദയുണ്ടായി. എന്നിട്ട് പറയുകയാണ്, നാളെ 5 മണിക്കാണല്ലേ? എന്ന് പറയും, എനിക്കറിയില്ല സാറേ, ഇത് വായിക്കാൻ കൃത്യമായി അറിയില്ല, അങ്ങനെ ആരോ ഒക്കെ പറഞ്ഞു, അങ്ങനെ വന്നതാണ് എന്ന് പറയും. കയ്യിൽ പൊതിച്ചോറ് വെച്ചിരിക്കുകയാണ് മോന് കൊടുക്കാനായിട്ട്. മോനെ അവസാനമായി കാണാൻ അപ്പനൊരു അവസരം കൊടുക്കുന്നുണ്ട്. അപ്പം ചെന്ന് ഈ മകനോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ? മോൻ പറയുകയാണ്, അറിയില്ലപ്പ. അത് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു വരുന്നു. പിറ്റേന്ന് രാവിലെ, ഒരു സാധാരണ കർഷകനായതുകൊണ്ട് രാവിലെ 5 മണി അദ്ദേഹത്തിൻ്റെ ഉള്ളിലറിയാം, ഘടികാരങ്ങളൊന്നുമില്ല. അദ്ദേഹം രാവിലെ 5 മണിക്ക് മോൻ്റെ വധശിക്ഷ നടന്നു കാണും എന്ന ഉൾവിളിയോടുകൂടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വെള്ള പുതച്ച ശരീരം ആളുകൾ കൊണ്ടുകൊടുക്കുകയാണ്. അവിടെ വളരെ വളരെ വികാരഭരിതമായിട്ടാണ് OV വിജയൻ ആ വരി എഴുതിയിരിക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് വെള്ള പുതച്ച ശരീരം കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഈ മൃതദേഹം അടക്കാം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ ചോദിക്കുന്നു, ശവത്തിൻ്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ? അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, യജമാനന്മാരെ, എൻ്റെ കയ്യിൽ പണമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് തിരിച്ച് ഈ പൊതിച്ചോറുമായിട്ട് ഈ മനുഷ്യൻ കടൽ തീരത്ത് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് കടൽ തീരം കാണുന്നത്. അപ്പോഴാണ് കയ്യിൽ നനവ് പറ്റിയ പൊതിച്ചോറ് ഈ മനുഷ്യൻ കാണുന്നത്. ഈ നനവ് പറ്റിയ പൊതിച്ചോറ് ഓർക്കുമ്പോഴാണ് മോനെ ഓർക്കുന്നത്. മോന് കൊടുത്തുവിട്ടതാണ്. സമ്മർദ്ദങ്ങളിടയിൽ ഇതെല്ലാം മറന്നുപോയി. കൊച്ചന് കൊടുക്കാൻ പറ്റിയില്ല, പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ബലിക്കാക്കകൾ വന്ന് കൊത്തിക്കൊണ്ടു പോകുന്നിടത്ത് വെച്ച് ഈ കഥ OV വിജയൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് കല്ല്, അപ്പം എന്ന വാക്ക്, ബ്രെഡ് എന്ന വാക്ക് നമ്മൾ വെറുതെ നമ്മുടെ സുഭിക്ഷതയിൽ കഴിക്കുന്ന ഭക്ഷണത്തെ കൊണ്ട് മാത്രം നിങ്ങൾ കാണരുത്. അതിനപ്പുറമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന എല്ലാ ആളുകളെയും ഓർക്കുന്നതാണ് ഈ അപ്പം എന്ന് പറയുന്ന വാക്ക്. ഞാൻ ഇതിനുള്ളിലേക്ക് വരട്ടെ. 2 ചെറിയ ചിന്തകൾ പറഞ്ഞ് ഞാൻ എൻ്റെ ധ്യാന പ്രസംഗം അവസാനിപ്പിക്കാം എന്നത്ര വിചാരിക്കുന്നു. ഒന്നാമത്തെ പരീക്ഷണമാണ്. ചോദ്യം ഇതാണ്, കല്ല് അപ്പമാക്കി തീർക്കാൻ പറ്റുമോ? അപ്പോൾ പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ഒന്നാമത്തെ പരീക്ഷണം നടക്കുന്നത് വിൽഡർനെസ്സിലാണ്, മരുഭൂമിയിലാണ്. രണ്ടാമത്തെ പരീക്ഷണം ദേവാലയത്തിന് മുകളിൽ, മൂന്നാമത്തെ പരീക്ഷണം മലയുടെ മുകളിൽ. നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോകരുത്. നമ്മൾ ഈ അവിയലുണ്ടാക്കിയ എക്സ്പേർട്സ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് സാധാരണ വായിക്കാറ്. കൺഫ്യൂഷനായി പോകരുത്. മരുഭൂമി ഒന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഈ പ്രഥമ രാത്രിയിൽ പങ്കുവയ്ക്കട്ടെ. വിൽഡർനെസ്, ലിമിറ്റഡ് പോസിബിലിറ്റീസ്, സർവൈവൽ. മരുഭൂമി, വിരളമായ സാധ്യതകൾ, അതിജീവനം. മരുഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷണത്തെ കാണേണ്ടത് ഇസ്രായേൽ ജനതയുടെ യാത്ര കൊണ്ടാണ്. കാരണം ഇസ്രായേൽ ജനതയുടെ 40 വർഷത്തെ യാത്രയിൽ അവർ അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു. വളരെ കുറഞ്ഞ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, സാധ്യതകൾ മാത്രമേ അവർക്കുണ്ടായിരുന്നു. അതിൽ മാത്രമല്ല, നിങ്ങൾ ഈ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായവും 15-ാം അധ്യായവും വായിക്കുമ്പോൾ
അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും അതിനുശേഷം 4000 പേരെ പോഷിപ്പിക്കുന്നതുമായുള്ള ഭാഗം നമുക്ക് ഈ 2 അധ്യായങ്ങളിൽ കാണാം. അവിടെ വിരളമായ സാധ്യതകളാണ്, വലിയ സാധ്യതകളൊന്നുമില്ല. ആ വിരളമായ സാധ്യതകളിൽ ദൈവം തമ്പുരാൻ വളരെ ശക്തമായി ഇടപഴകുന്നു, പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് വിൽഡർനെസ് എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു മരുഭൂമിയിൽ പരീക്ഷണം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ആദ്യ സന്താനമായ ഇസ്രായേൽ മരുഭൂയാത്രയിൽ പരാജയപ്പെട്ടു പോയെങ്കിൽ, ദൈവത്തിൻ്റെ 2ാം സന്താനമായ യേശുക്രിസ്തു ഈ മരുഭൂയാത്രയിൽ വിജയം പ്രാപിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് മരുഭൂയാത്ര അല്ലെങ്കിൽ മരുഭൂമിയിലെ അനുഭവം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത അനുഭവിച്ച സ്ട്രഗിളുകളാണ്, ഇസ്രായേൽ ജനത നേരിട്ട അനുഭവങ്ങളാണ്, അവർ നേരിട്ട ഒബ്സ്റ്റക്കിൾസാണ് ഈ മരുഭൂയാത്ര എന്ന് പറയുന്നത്. നിങ്ങൾ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായവും 17-ാമത്തെ അധ്യായവും വായിക്കുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 16-ാമത്തെ അധ്യായത്തിൽ ഇവർ മോശയോട് പിറുപിറുക്കുകയാണ്, ഞങ്ങൾ മിസ്രൈമിൽ ഫറവോൻ്റെ ഇറച്ചിക്കലങ്ങളുടെ ചുവട്ടിലായിരുന്നെങ്കിൽ നീ ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? യാത്രാമധ്യേ ഈ പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ലെസ് പോസിബിലിറ്റിയാണ്, ലിമിറ്റഡ് പോസിബിലിറ്റിയാണ്. മന്ന, മാറായിലെ വെള്ളം, അങ്ങനെയുള്ള ചെറിയ ചെറിയ പോസിബിലിറ്റിയിലൂടെ മാത്രമാണ് അവർ മുമ്പോട്ട് പോകുന്നത്. 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് മസ്സ, പരീക്ഷണങ്ങളുടെ ഇടമാണ് എന്ന് നമ്മൾ വായിക്കുകയാണ്. അവർ മെരീബ വെള്ളത്തിങ്കൽ കലഹിച്ചു എന്ന് 81-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മരുഭൂയാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂയാത്രയും ലിമിറ്റഡ് പോസിബിലിറ്റിയുടെ യാത്രകളാണ്. സാധാരണ വളരെ കുറഞ്ഞ വിരളമായ സാധ്യതകളുടെ യാത്രയിലൂടെയാണ് ഇസ്രായേൽ ജനതയും മരുഭൂമിയിലൂടെ നടന്നു പോയത്. യേശുക്രിസ്തുവും മരുഭൂമിയിൽ പരീക്ഷണത്തെ നേരിട്ടത്. ഞാനൊരു 10 വർഷത്തിന് മുമ്പ് മുംബൈ ഭദ്രാസനത്തിലെ വാപ്പി എന്ന് പറയുന്ന സ്കൂളിൻ്റെ ചുമതലയിലായിരുന്നു, 2013 മുതൽ. അവിടെ ഇപ്പോൾ ആ ബിൽഡിങ്, ഒരു പുതിയ ബിൽഡിങ്, സ്കൂൾ ബിൽഡിങ് അന്ന് പണിതതാണ്. അപ്പോൾ അവിടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് അവിടെ സാധാരണയായിട്ട് ജോലി ചെയ്യുന്നത്. അതായത് മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും ഗ്രാമങ്ങളിലുള്ള ആളുകൾ. നമ്മുടെ അവിടെ പോലെ രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന പരിപാടി ഒന്നുമല്ല, അവരൊരുമിച്ച് വന്ന് ഇങ്ങനെ താമസിക്കുകയാണ്. അത് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരൊന്നും സ്കൂളിൽ പോകുന്ന പതിവൊന്നുമില്ല, നമ്മുടെ ക്യാമ്പസിൽ ടെൻ്റ് അടിച്ച് താമസിക്കുകയാണ്. അപ്പോൾ സാധാരണ അവിടെയുള്ള ഹിന്ദിക്കാരോട് ഞാൻ അങ്ങനെ നേരിട്ട് സംസാരിക്കാറില്ല. കാരണം ഞാൻ പറയുന്ന ഹിന്ദി അവർക്കും പിടികിട്ടത്തില്ല, അവർ പറയുന്ന ഹിന്ദി എനിക്കും പിടികിട്ടത്തില്ല. എനിക്ക് ആ പാടെ കാ കലം, കാ കമൽ, കാ കപ്പലിൻ്റെ മുട്ടായി, കാ കട്ടൻ കാപ്പി, ഈ 4 വാക്കേ എനിക്ക് ബോംബെക്ക് പോകുമ്പോൾ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അവരോട് സംസാരിക്കാറില്ല. അപ്പോൾ എൻ്റെ കൂടെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്, ഈ സെമിനാരിൽ പോകേണ്ട ഒരു കൊച്ചൻ, അവൻ മഹാരാഷ്ട്രക്കാരനാണ്. അവൻ ഇവരോട് സംസാരിക്കും. ഒരു ദിവസം രാവിലെ അവൻ എന്നോട് ഒന്ന് പറഞ്ഞു, അച്ഛാ, നമ്മുടെ പുതിയ സ്കൂൾ ബിൽഡിങ് പണിയുന്നതിൻ്റെ പോർട്ടിക്കോയിൽ ഒരു 3 വയസ്സെങ്കിലും തോന്നിക്കുന്ന ഒരു പെൺകുട്ടി രാവിലെ സിമൻറ്റ് മിശ്രിതം ഇങ്ങനെ ബിസ്ക്കറ്റ് തിന്നുന്ന പോലെ വാരി തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. തലേന്ന് രാത്രിയിൽ അവർ പണി ചെയ്ത് ഉപേക്ഷിച്ചിട്ട് പോയ ചാന്ത് മിശ്രിതം, നിങ്ങൾക്ക് അറിയാമല്ലോ, ചാന്തെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പിടികിട്ടുക. ഇത് അവൾ രാവിലെ വിശന്നത് കൊണ്ട് ഈ കൊച്ച് ഇങ്ങനെ വാരി തിന്നുകൊണ്ട് ഇരിക്കുകയാണ്, വിശപ്പടക്കാൻ വേണ്ടിയാണ് എന്ന് തോന്നുന്നു എന്ന് അവൻ പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ പോയി ആ കൊച്ചിൻ്റെ മാതാപിതാക്കളെ ഇനി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ പോയി പലരോട് അന്വേഷിച്ചു, ആ താഴെ നിൽക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും ആരാണ്. അപ്പം പലരും പറഞ്ഞു ഇവിടെ ഉണ്ട് അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെ രാവിലെ 7:30-ക്കാണ് സ്കൂൾ തുടങ്ങുന്നത്, പണിയും ഏകദേശം പണിക്കാർ 7:30-ക്ക് പണി തുടങ്ങും. അവരന്ന് ഉച്ച വരെ ആ കൊച്ചിനെ കൊണ്ടുവന്നില്ല. ഞാനും പിന്നെ സ്കൂളിൻ്റെ പിറകെ പോയി. വൈകുന്നേരമാണ് പിന്നെ ഓർക്കുന്നത്. വൈകുന്നേരമായപ്പോൾ വീണ്ടും ഞാൻ ഇവനെ വിളിച്ചു ചോദിച്ചു, എടാ കുഞ്ഞിനെ കണ്ടില്ലല്ലോ, നീ പറഞ്ഞ കൊച്ചിലെ സിമെൻറ്റ് എന്ന് പറഞ്ഞ കൊച്ചെവിടെയാണ് എന്ന് ചോദിച്ചു. അവൻ വൈകുന്നേരവും പോയി പറഞ്ഞു, ഫാദർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, കൊച്ചിനെ കൊണ്ടുവന്നില്ല. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവനോട് പറഞ്ഞു, ഇന്നെങ്കിലും കൊച്ചിനെ കിട്ടണം, കാരണം അത് എന്തോ സംഭവമാണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞു. അവൻ പോയി അന്വേഷിച്ചപ്പോൾ ഈ തലേന്ന് രാത്രിയിൽ സിമൻറ്റ് നിന്നുകൊണ്ടിരുന്ന 3 വയസ്സുകാരി വാപ്പി സ്കൂളിൻ്റെ ക്യാമ്പസിലില്ല. അതിനന്ന് മതിലുണ്ട്, ക്യാമറയൊന്നുമില്ല. ഈ കുഞ്ഞിനെ തലേന്ന് രാത്രിയിൽ അവർ കടത്തിക്കളഞ്ഞു. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെയുള്ള ആരുടെയും കൊച്ചല്ല, എവിടുന്നോ മോഷ്ടിച്ചുകൊണ്ട് വന്നൊരു കൊച്ചിനെ ഇവരുടെ കൂടെ നിർത്തിയിരിക്കുകയാണ്. ഫാദർ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പേടിച്ചു, പോലീസ് വരും, പോലീസ് വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടാം. അവരുടെ കൂട്ടത്തിലുള്ള ഗ്യാങ്ങുകളുടെ അടുക്കൽ എങ്ങനെയോ ഒരു രാത്രി കടത്തിക്കളഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഇരിക്കുന്ന സ്കൂളിൻ്റെ ക്യാമ്പസിൽ ഒരു 3 വയസ്സുകാരി രാവിലെ പ്രഭാത ഭക്ഷണമില്ലാതെ സങ്കടപ്പെട്ട് പട്ടിണി കിടന്ന് സിമൻറ്റ് മിശ്രിതം ചാന്തുവാരി തിന്ന് വിശപ്പടക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. എൻ്റെ മോൻ അന്ന് 1.5 വയസ്സ് പ്രായമേ ഉള്ളൂ.
നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാർലെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല. അവർക്കെല്ലാം ഡാർക്ക് ഫാൻറ്റസി ചോക്കോ ഫിൽസ് കഴിക്കുന്ന കാലഘട്ടമാണ്. പാർലെ എന്നെങ്കിൽ അവർ പറയും പപ്പ കൊണ്ടുപോയി പട്ടിക്ക് കൊടുത്തോളാൻ പറയും, ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമല്ല. അപ്പോൾ ഒരു 10 രൂപയുടെ പാർലെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധ്യമായിട്ട് തീർന്നില്ല എന്നുള്ളതാണ് അപ്പത്തിൻ്റെ ലിമിറ്റഡ് പോസിബിലിറ്റി എന്ന് ഞാൻ പറയാൻ കാരണം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഈ ലിമിറ്റഡ് പോസിബിലിറ്റിയിലല്ല. അങ്ങനെ ജീവിച്ചിരുന്ന പൂർവ്വ മാതാപിതാക്കൾ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെയാണ്, വളരെ വിരളമായ സാധ്യതകൾ ജീവിച്ചിരുന്നവരാണ്. എന്നാൽ ഇന്ന് വിരളമായ സാധ്യതകളിൽ നിന്നും മെഗാ പോസിബിലിറ്റിയിലേക്ക് നമ്മൾ മാറുകയാണ്. കല്ല് അപ്പമാക്കാൻ പറയുമ്പോൾ അത് വേണ്ട, ദൈവവചനം മതി എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസികൾ പോലും, യേശുക്രിസ്തുവിൻ്റെ പിൻഗാമികൾ പോലും ലിമിറ്റഡ് പോസിബിലിറ്റിയിൽ നിന്നും വിശാലമായ സാധ്യതകളുടെ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അത് ഒരു കേസ് മാത്രമല്ല, 100ഓളം കേസുകൾ ഇന്ന് രാത്രിയിൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാൽ നമുക്കതെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ആഘോഷങ്ങൾ, അത് നമ്മുടെ പള്ളിയിലെ ആഡംബരങ്ങളാണെങ്കിലും നമ്മുടെ വീട്ടിൽ നടക്കുന്ന മാമോദീസ തുടങ്ങി മരണം വരെയുള്ള നമ്മുടെ എല്ലാ ചടങ്ങുകളും ലിമിറ്റഡ് പോസിബിലിറ്റിയിൽ നിന്നും മെഗാ പോസിബിലിറ്റികളിലേക്ക്, അനന്തമായ ആഡംബരമായ സാധ്യതകളിലേക്ക് മാറുകയാണ്. അത് ഇപ്പം മരണത്തിന് തന്നെ ഇപ്പം ഒരു മിനിമം 5 ദിവസമെങ്കിലും അപ്പച്ചനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് മോർച്ചറി വെച്ചില്ല നമുക്കൊരു സുഖമില്ല. അത് ആരും വരാനില്ലെങ്കിലും ഇപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. പിന്നെ ഒരു മൊബൈൽ മോർച്ചറിയിൽ നമ്മൾ വെക്കും, മാക്സിമം തണുപ്പ് അപ്പച്ചനും അമ്മച്ചിയും കൊടുക്കുകയാണ്. മാമോദീസ, കല്യാണങ്ങളാണ് വളരെ ദുരന്തപരമായി ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലിമിറ്റഡ്. നിങ്ങൾ നോക്കിയാണ് പഴയ കാലഘട്ടത്തിൽ ഇവിടെ തലമുതിർന്ന തലമുറയിലെ ആളുകൾ ഉണ്ട്. ഞാനൊരു പുതിയ കാലഘട്ടത്തിൻ്റെ ആളാണ്. പഴയ ആളുകളുണ്ടല്ലോ. നമ്മുടെ വീട്ടിലെ കല്യാണങ്ങൾ എങ്ങനെയായിരുന്നു? വളരെ വിരളമായ സാധ്യതകളിൽ നമ്മുടെ വിവാഹങ്ങൾ നടത്താൻ ശ്രമിച്ചിരുന്നു. അത് മതി, അതൊരു കൂട്ടായ്മയായിരുന്നു, ഫെലോഷിപ്പായിരുന്നു. ഇപ്പോഴത്തെ സാധ്യതകൾ മെഗയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റിൻ്റെ സാധ്യതകളാണ്. അതിനെ മാക്സിമം അതുകൊണ്ട് ഇത് കൂതാശയായിട്ട് എത്ര നാളിങ്ങനെ പോകും എന്നുള്ളൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട്. പ്രീ വെഡ്ഡിങ് ഷൂട്ടിംഗ്, വെഡ്ഡിങ് ഷൂട്ടിംഗ്, പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടിംഗ്, സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ്, ഹണിമൂൺ ഷൂട്ടിംഗ്, ഷൂട്ടിങ്ങിൻ്റെ ബഹളമാണ്. കല്യാണത്തിന് ഏറ്റവും കുറച്ച് സമയം വിവാഹ ശുശ്രൂഷകൾക്ക് ഇന്ന് നമ്മുടെ ആളുകൾ ചെലവഴിക്കുന്നത് രാവിലെ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും പള്ളിയിൽ നമ്മളോട് പറയും 45 മിനിറ്റിൽ അച്ഛൻ നിർത്തിക്കോണം, അതാണ് സമയം, ബാക്കി ഇതിനു വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഗുരുതരമായി നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിത ശൈലികളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും ചെയ്യാം, ഞങ്ങൾക്ക് ചെയ്യാമോ അച്ഛ, ചെയ്തുകൂടെ എന്നുള്ള ചോദ്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ? ഇപ്പം ചെറുക്കനും പെണ്ണും കൂടെ JCBയുടെ തുമ്പിക്കൈയിൽ കയറിയിരുന്ന് പോകുന്നതിൻ്റെ പടം അത് എടുക്കുന്നു, അത് നമ്മൾ റീൽസ് ആക്കുന്നു, ഇടുന്നു. ഞങ്ങളൊക്കെ ഈ വാളകം, ഞാൻ ഈ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ആളാണ്. ഞങ്ങളുടെ വാളകത്തു നിന്ന് കുറച്ചും കൂടെ തെക്കോട്ട് യാത്ര ചെയ്താൽ അവിടെ എല്ലാം കടലുണ്ട്, വർക്കല തുടങ്ങിയ കടലുകളാണ്. പോയിട്ട് കടൽ തീരത്ത് പോയിട്ട് ഇല്ല, പട്ടി എല്ലും കഷ്ണം കാണുമ്പോൾ നാക്ക് നീട്ടി കിടക്കുന്ന പോലെ ചെറുക്കനും പെണ്ണൂടെ കാല് നീട്ടി കിടക്കുന്നു. അപ്പം ഇങ്ങനെ തിരമാല അടിച്ചു വരുന്നു, മേളി കടലമ്മ കള്ളിന്ന് എഴുതി വെക്കുന്നു, അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ഷൂട്ട് ഈ കഴിഞ്ഞിടയിൽ കണ്ടൊരു മാരകമായ ഒരു സേവ് ദ ഡേറ്റ് മീൻസ് ഒരു ഫോട്ടോഷൂട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഓഡിറ്റോറിയത്തിലാണ്, പള്ളിയുടെ താഴത്തെ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ നടന്നു പോകുന്ന വഴിയിലാണ്, ആ താഴത്തെ ഓഡിറ്റോറിയത്തിൽ പോകുന്ന വഴി ഒരു ചെറിയ തോടുണ്ട്. തോട് പുതിയ പിള്ളേർക്ക്, യോയോ പിള്ളേർക്ക് പിടികിട്ടിയോ എന്ന് എനിക്കറിയത്തില്ല. അരുവി, ഒരു നദി, സ്ട്രീം. ആ തോടിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് ഈ ഇവരുടെ ഇവൻ്റ് മാനേജ്മെൻറ്റുകാർക്ക് ഒരു ഐഡിയ തോന്നിയത്. അവിടെ ചെറിയൊരു പാലമുണ്ട്, ഒരു 3 തടിപ്പാലം, തെങ്ങും പാലം. അപ്പോൾ ഈ ചെറുക്കനും പെണ്ണും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, സാരി മാറുന്നതിന് മുമ്പ് ഒരു ഫോട്ടോഷൂട്ട്. അപ്പോൾ അവരിങ്ങനെ, ചെറുക്കൻ അങ്ങോട്ട് നടക്കുന്നു, പെൺകുട്ടിയായിട്ട് കൈ പിടിച്ച് നടക്കുന്നു, തിരിച്ചു നടക്കുന്നു. അപ്പോൾ അതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. അത് സക്സസ് ആയപ്പോൾ അടുത്തൊരു ഐഡിയ, ഈ നവവധുവിനെ നവവരൻ 2 കൈയിലും ഇങ്ങനെ എടുത്തുകൊണ്ട് ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഷൂട്ട്. അപ്പം ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ അവിടെ തെങ്ങിൻ്റെ ചോട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആറ്റിരമ്പിലെ കൊമ്പിലെ തത്തമ്മേ കിളി തത്തമ്മേ എന്ന പാട്ടിങ്ങനെ വലിയ ശബ്ദത്തിലിട്ടിട്ടുണ്ട്. അവന് ഈ 10-60 കിലോ ഉള്ള ഈ പെൺകുട്ടി എടുത്തുകൊണ്ട് അവനിങ്ങനെ അങ്ങോട്ട് നടക്കുന്നു. അപ്പോൾ അവൻ്റെ അമ്മ പള്ളി മേളിൽ നിൽപ്പുണ്ട്. അവർ താടിക്ക് കൊടുത്ത് നിൽക്കുകയാണ്, പാവപ്പെട്ട അമ്മാമ. കാരണം കഴിഞ്ഞ ആഴ്ച റേഷൻ കടയിൽ നിന്ന് ഒരു 5 കിലോ അരി കൊണ്ടുവന്നപ്പോൾ മോനെ അടുക്കളയിലോട്ട് വെക്കാൻ പറഞ്ഞപ്പോൾ നടുവെട്ട് മമ്മി എന്ന് പറഞ്ഞ് സ്കൂട്ട് ചെയ്തവൻ 60 കിലോ ഉള്ള ആളിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ 3-4ാമത്തെ നടത്തയിൽ പാലം ഒടിഞ്ഞ് 2 കൂടെ വെള്ളത്തിൽ വീണു. അപ്പം പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ സീൻ കോൺട്രായി. അപ്പം വെള്ളത്തിൽ വീണപ്പോഴാണ് ഈ കൊച്ച്
കൊയറുകാരിയാണ് കേട്ടോ. അവളെ പന്നരം പാടി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ എന്നിൽ ഒരുക്കനാഥ. അപ്പോഴാ ബോധം വന്നു, പൊക്കി എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞൊക്കെയാണ് കല്യാണത്തിലേക്ക് വന്നത്. അത് കൊച്ചുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ പറ്റില്ല. മമ്മീസ് ഡാൻസ് ഉണ്ട്, ഡാഡീസ് ഡാൻസ് ഉണ്ട്. അത് കറുത്ത കണ്ണാടിയൊക്കെ വെച്ചാണ് പരിപാടി. ഞാനിരുന്നൊരു പള്ളിയിൽ ചെറുക്കൻ്റെ മമ്മി കറുത്ത കണ്ണാടി വെച്ച് ഡാൻസ് അടിച്ച് ഈ സ്റ്റേജിൽ നിന്ന് താഴെ വീണു അമ്മ. ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ കുഴപ്പമില്ല, കൈക്ക് 2 പൊട്ടൽ, ദൈവകൃപയാൽ കണ്ണാടി പൊട്ടിയില്ല. കാരണം കണ്ണാടി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്, അത് വെച്ചായിരുന്നു ഡാൻസ്. ലിമിറ്റഡ് പോസിബിലിറ്റിയിൽ നടന്ന സംഗതിയാണ്. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീട്ടിലെ ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൂതാശയും കൂട്ടായ്മയും അനുഭവിച്ചതാണ്. വി ഷിഫ്റ്റഡ് ടു മെഗാ പോസിബിലിറ്റീസ്. മരുഭൂമിയുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവിടെ വിരളമായ സാധ്യതയുള്ളൂ. അത് ഇസ്രായേൽ ജനതയാണെങ്കിലും യേശുക്രിസ്തു ആണെങ്കിലും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവമാണെങ്കിലും വിരളമായ സാധ്യതകളാണ്. എന്നാൽ ഇന്ന് നമ്മൾ പറയാം, നമ്മൾ ഈ ആഡ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ ആഡ് ഓൺ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ബേസിക് ഫീച്ചർ എല്ലാത്തിനും ഉണ്ട്. അത് കാറാണെങ്കിലും വീടാണെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണാണെങ്കിലും. എന്നാൽ ആഡ് ഓൺ ചെയ്യാൻ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധി. അതുകൊണ്ട് മരുഭൂമിയിലെ പരീക്ഷണത്തെ യേശുക്രിസ്തു കല്ല് അപ്പമാക്കാൻ പറയുമ്പോൾ യേശുക്രിസ്തു ആഡ് ഓൺ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഒന്ന്, ഞാൻ പറഞ്ഞത് വിൽഡർനെസ്, ലിമിറ്റഡ് പോസിബിലിറ്റി, സർവൈവൽ, അതിജീവനം. 2, മുമ്പോട്ട് പോകട്ടെ. വിൽഡർനെസ്, അൺഎക്സ്പെക്റ്റഡ് പോസിബിലിറ്റീസ്, ഡെലിവറൻസ്. മരുഭൂമി, അപ്രതീക്ഷിതമായ സാധ്യതകൾ, വിടുതൽ. മരുഭൂമിയിൽ അപ്രതീക്ഷിതമായ സാധ്യതകളുണ്ട്. അത് ഇസ്രായേൽ ജനത അനുഭവിച്ചിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ മന്നയും മാറയും ഒക്കെ ഈ അപ്രതീക്ഷിതമായ സാധ്യതകളുടെ ഉദാഹരണങ്ങളാണ്. അത് യേശുക്രിസ്തു അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ നറേറ്റീവിലേക്ക് വന്നാൽ അവിടെ അപ്രതീക്ഷിതമായ സാധ്യതയാണ് അവിടുത്തെ ബാലകൻ, അവനാണ് കൊടുക്കുന്നത് അപ്പം. അപ്രത്യക്ഷമായ സാധ്യതയാണ് അവിടുത്തെ ലെഫ്റ്റ് ഓവേഴ്സ്, ബാക്കി വരുന്നത്. ആളുകൾ തൃപ്തിയായി പറയുന്നത് എന്നതൊക്കെ അപ്രതീക്ഷിതമായ സാധ്യതകളുടെ അനുഭവമാണ്. അപ്രതീക്ഷിതമായ സാധ്യതയെ അനുഭവിച്ചറിഞ്ഞ ഒരാളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ പേര് ഹാഗാർ എന്നാണ്. 21-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യജമാനൻ്റെ വീട്ടിലെ മുഴുവൻ സൗകര്യങ്ങളും നഷ്ടപ്പെട്ട് സ്വന്തം മകനെ പിടിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അമ്മയാണ് ഹാഗാർ. അടിമ പെൺകുട്ടി എന്ന് പറയാം, സിംഗിൾ പേരൻ്റ് എന്ന് പറയാം, ദാസി എന്ന് പറയാം, നിരാലംബ എന്ന് പറയാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് പേർ വിളിക്കുന്നവളാണ് ഹാഗാർ. അവള് ഈ പാരാൻ, സൗത്ത് കാനാനിലെ വലിയ മരുഭൂമിയാണ് പാരാൻ മരുഭൂമി, ബർശബ മരുഭൂമിയിൽ വന്ന് തൻ്റെ കയ്യിൽ കൊടുത്ത അപ്പവും ഒരു തുരുത്തിയിലെ വെള്ളവും മാത്രമാണ് ഈ അമ്മയ്ക്കും മകനും സമ്പാദ്യം. ഞാൻ ഈ ഉൽപ്പത്തിയുടെ കമൻട്രികളിൽ വായിച്ചിട്ടുള്ളത് വളരെ ക്രൂരമായിട്ടാണ് അബ്രഹാം ഹാഗാറിനോട് ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ വായിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അബ്രഹാമിൻ്റെ വളരെ ക്രൂരമായ നിലപാട്. വാൾട്ടർ ബ്രൂക്ക്മാൻ എന്ന് പറയുന്ന പഴയ നിയമത്തിൻ്റെ ഒരു തലതൊട്ടപ്പനുണ്ട്. അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ദേ ക്രൈഡ് ആൻഡ് ഗോഡ് ഹേർഡ്. അവർ കരഞ്ഞു. ഹാഗാറും ഇസ്മായേലും മരുഭൂമിയിലെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പോൾ കരഞ്ഞു. ദൈവം തമ്പുരാൻ കേട്ടു എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ജീവിതത്തിൻ്റെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ പലപ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് പോസിബിലിറ്റീസ്, അപ്രതീക്ഷിതമായ സാധ്യതകൾ ദൈവം തമ്പുരാൻ മരുഭൂമിയിൽ വിജനമാകുന്ന ഇടങ്ങളിൽ ഒരുക്കി വെക്കും എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഹാഗാർ സ്വന്തം കുഞ്ഞ് മരിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാതെ ഒരമ്പിൻ പാട് ദൂരത്തിൽ കുറുങ്കാട്ടിൽ അവനെ ഉപേക്ഷിച്ചിട്ട് ദൂരെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവളുടെ കണ്ണിൽ കണ്ണീരാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അപ്രതീക്ഷിതമായ സാധ്യതകളിൽ അവളുടെ കണ്ണുനീരിൻ്റെ മുൻപിൽ ദൈവം തമ്പുരാൻ നീരുറവ ഒരുക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മരുഭൂമിയുടെ നഷ്ടപ്പെടുന്ന വികലമായ സങ്കടത്തിൻ്റെ സാധ്യതകളുടെ മധ്യേ ദൈവം തമ്പുരാൻ മരുഭൂമിയിൽ നീരുറവ ഒരുക്കുന്ന ആളാണ്. നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ള ഒരാളാണ് ഈ പെരുമ്പടവം ശ്രീധരൻ എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള പുസ്തകം മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുണ്ട്.
അദ്ദേഹം 2018 കൃത്യമായി പറഞ്ഞാൽ എഴുത്ത് മാസികയിൽ 2018 എഴുത്ത് മാസികയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കുറിച്ചിട്ടുണ്ട്. ബാല്യ സങ്കീർത്തനം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അപ്പൻ അദ്ദേഹത്തിന് 5 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. പുള്ളി പറയുന്നത്, രാവിലെ എഴുന്നേറ്റ് ആശാൻ പള്ളിക്കൂടത്തിൽ പോകാൻ പല്ല് തേക്കുമ്പം അപ്പുറത്തെ വീട്ടിലെ ഒരു പ്രായമുള്ള ആൾ വന്ന് തോളെ കൈയിട്ടിട്ട് പറഞ്ഞു, മോനെ ഇന്ന് സ്കൂളിൽ പോകണ്ട. എന്താ പോകേണ്ടതെന്ന് മനസ്സിലായില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെ മുൻ മുറിയിൽ വെട്ടിയിട്ട വാഴയിൽ അപ്പൻ്റെ വെള്ള പുതച്ച ശവശരീരം കൊണ്ട് കിടക്കുന്നത്. അമ്മ അവിടെ കിടന്ന് കരയുന്നുണ്ട്. 5 വയസ്സുകാരന് അപ്പൻ മരിച്ചു എന്നുള്ള ബോധമില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലുള്ള ആരോ താഴെ തോട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു, അണിവിരലിൽ മോതിരം ഇട്ടു, അത് കഴിഞ്ഞ് തോളിൽ ഒരു കുടം വെച്ച് കൊടുത്തു, എന്നിട്ട് പൊട്ടിച്ചു കൊടുത്തു. ഈ ക്രിയകളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അമ്മയുടെ അടുക്ക വരുമ്പം അമ്മ നിലവിളിച്ചോണ്ട് പറയുകയാണ്, മോനെ നമുക്കിനി ആരുമില്ലടാ എന്ന് പറയുകയാണ്. അപ്പോഴാണ് അപ്പൻ മരിച്ച ബോധം പെരുമ്പടവത്തിൻ്റെ 5 വയസ്സുകാരൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഞാനത് പറയാനല്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും മോശപ്പെട്ട കുട്ടി ഞാനായിരുന്നു. എനിക്ക് നല്ല ഉടുപ്പില്ല, എനിക്ക് നല്ല പുസ്തകമില്ല, ഉച്ചഭക്ഷണമില്ല. ഉച്ചഭക്ഷണത്തിന് ബെല്ലടിക്കുമ്പോൾ കൂട്ടുകാരും കാണാതെ പള്ളിക്കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിച്ച് പള്ളിക്കകത്ത് കയറിയിരിക്കും. അങ്ങനെ പള്ളിക്കകത്ത് തൂണും ചാരി ഇരിക്കുമ്പോഴാണ് മദ്ബായോട് ചേർന്ന് ചുമരിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം കാണുന്നത്. മരണവേദന സഹിക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. അവസാനത്തെ വരി ഇങ്ങനെയാണ് അയാൾ എഴുതി വച്ചിരിക്കുന്നത്: അന്നു മുതൽ ക്രിസ്തു ഉണ്ട് എൻ്റെ കൂടെ. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയുടെ പ്രതിസന്ധികളുടെ വിരളമായ അസാധ്യതകളുടെ അനുഭവങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ വന്ന് സംബന്ധിച്ച് തിരിച്ചു പോകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ ഉള്ളിൽ സ്വീകരിക്കണം. ഭൂമിയിലെ യജമാനന്മാർ അവരുടെ കൂടാരങ്ങളുടെ വാതിലടച്ചാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ ഒരിക്കലും അടയ്ക്കപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. Earthly masters, when they shut down their shutters, the God, the master, will not shut down his shutter. അവൻ്റെ വാതിൽ എല്ലാ നാളും തുറന്നിരിക്കും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് വചനത്തിൻ്റെ വിളംബരം നടക്കുമ്പോൾ ഈ ബലം നമ്മിൽ രൂപപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഒരു വാതിലടയുമ്പോൾ മറുവാതിൽ തുറക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാല് കുഴയുമ്പോൾ മറുകാലിന് ബലം നൽകുന്നവനാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. ഒരു കൈ കുഴയുമ്പോൾ മറുകൈക്ക് ശക്തി നൽകുന്നവനാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മരുഭൂമിയുടെ സങ്കടകരമായ അനുഭവങ്ങളിൽ യേശു ക്രിസ്തു പറയുകയാണ്, ഈ കല്ല് എൻ്റെ ഭൗതിക സ്വാതന്ത്ര്യത്തിനു വേണ്ടി, നന്മയ്ക്കു വേണ്ടി അപ്പമാകണ്ട എന്ന് പറയുകയാണ്. നിങ്ങൾ 124 സങ്കീർത്തനത്തിൻ്റെ 1, 2 വാക്യങ്ങളുടെ ബി പാർട്ട്, 2ാമത്തെ പാർട്ട് വായിക്കണം. ഇംഗ്ലീഷ് വേർഷനിൽ അതിൽ 1ാമത്തെ പാർട്ടാണ്. അവിടെ സങ്കീർത്തന ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ നാളുകളിലെ ജീവിതത്തിൻ്റെ യാത്രാനുഭവങ്ങളിൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എവിടെയാകുമായിരുന്നു? യഹോവ ഒരു നിമിഷം നമുക്ക് വേണ്ടി നിന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ 2 ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഈ ചെറിയ സമയത്തിൽ പറയാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, വിൽഡർനെസ്, ലിമിറ്റഡ് പോസിബിലിറ്റീസ്, സർവൈവൽ. മരുഭൂമിയാണ്, ചെറിയ ചെറിയ സാധ്യതകളുണ്ട്, അവിടെയും അതിജീവനത്തിൻ്റെ കരുത്തുണ്ട്. 2, മരുഭൂമി, അൺഎക്സ്പെക്റ്റഡ് പോസിബിലിറ്റീസ്, അസാധ്യമായ അപ്രതീക്ഷിതമായ സാധ്യതകൾ. അവിടെ ഡെലിവറൻസ് ഉണ്ട്, വിടുതലുണ്ട് എന്നുള്ളത് മറക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷണം, യേശു ക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസം, ഇത് സ്വന്തം പുകഴ്ചയ്ക്ക് വേണ്ടിയോ, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയോ, സ്വന്തം നേട്ടത്തിനു വേണ്ടിയോ അല്ല. ഇന്ന് പല ആളുകളും 40 ദിവസത്തെ ഉപവാസം, 21 ദിവസത്തെ ഉപവാസം, 9ൻ്റെ കണക്കൊന്നും എനിക്കറിയത്തില്ല, 21 ഡാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുണ്ട്, 40 ഇവിടെയുണ്ട്. ഉപവാസം നടത്തി സ്വാർത്ഥപരമായ നേട്ടങ്ങൾ നടത്താൻ ശ്രമിക്കുമ്പോഴാണ് യേശു ക്രിസ്തു പറയുന്നു, ഈ കല്ല് എനിക്ക് അപ്പമായി തീരണ്ട എന്ന് പറയുകയാണ്. ഇസ്രായേൽ ജനത 40 വർഷത്തെ മരുഭൂ യാത്ര കൊണ്ട് രൂപാന്തരപ്പെട്ടെങ്കിൽ യേശു ക്രിസ്തുവും മരുഭൂമിയിലൂടെ രൂപാന്തരപ്പെടുകയാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്:
ബലവാനെ അവൻ്റെ കോട്ടയിൽ പോയി നേരിടണം എന്ന് വായിക്കുകയാണ്. ആരാണ് ബലവാൻ? പിശാചാണ്. ബലവാന്റെ പല രൂപങ്ങൾ ഇന്ന് ചുറ്റുപാടുകളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചെറ്റ്മയർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, നമ്മുടെ അച്ഛന്മാരൊക്കെ പഠിക്കുന്ന ഒരു കമൻട്രിയാണ് മാർക്കിൻ്റെ. അതിൽ ചെറ്റ്മയർ അതിന് കൊടുത്തിരുന്ന തലക്കെട്ടിങ്ങനെയാണ്, ബൈൻഡിങ് ദ സ്ട്രോങ് മാൻ. ബലവാനെ അവൻ്റെ കോട്ടയിൽ പൂട്ടുക. യേശു ക്രിസ്തു മരുഭൂമി ബലവാന്റെ ഇടമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ അവൻ കാട്ടുമൃഗങ്ങളോടൊപ്പമായിരുന്നു എന്നാണ് വായിക്കുന്നത്. മർക്കോസ് മാത്രമാണ് കാട്ടുമൃഗങ്ങളോടൊപ്പം അവൻ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ബലവാനെ അവൻ്റെ കോട്ടയിൽ യേശു ക്രിസ്തു. ഇത് ന്യൂട്രൽ ബാറ്റൽ ഗ്രൗണ്ട് ഒന്നുമല്ല. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുമ്പം ദുബായ് കളി നടക്കുന്ന പോലല്ല. ബലവാന്റെ തട്ടകത്തിൽ, അവൻ്റെ സ്വന്തം തട്ടകത്തിൽ യേശു ക്രിസ്തു ബലവാനെ തളയ്ക്കുന്നതാണ് ഈ പരീക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥതലം എന്നുള്ളത് മറക്കരുത്. അപ്പത്തിൻ്റെ കുത്തൊഴുക്കാണ് ഇന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങൾ. അഫ്ലുവൻസി എപ്പം കഴിക്കണം അറിയത്തില്ല. അത്രമാത്രം നിരനിരയായി അപ്പത്തിൻ്റെ കുത്തൊഴുക്കുള്ള ഒരു കാലഘട്ടത്തിൽ കല്ലുകളെ അപ്പമാക്കുന്ന ഗിമിക്സ്, ആത്മീയ വ്യാപാരം നടക്കുന്ന കാലഘട്ടമാണ്. ട്രിക്കുകളാണ്, ട്രാപ്പുകളാണ്, തന്ത്രങ്ങൾ, കുടിലതന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ പരീക്ഷകൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് സർവൈവൽ. ഇന്ന് വളരെ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ പരീക്ഷണം പലപ്പോഴും മാർക്കറ്റിൻ്റെ പരീക്ഷണമാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അത് കാരണം അതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം പ്രതിസന്ധികളുടെ, മരുഭൂമിയുടെ, സംഘർഷങ്ങളുടെ, നീറുറവറ്റുന്ന അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെങ്കിലും മറക്കരുത്, ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അൺഎക്സ്പെക്റ്റഡ് പോസിബിലിറ്റീസ് വി സീ ഇൻവിസിബിൾ പോസിബിലിറ്റീസ്. അപ്രതീക്ഷിതമായ സാധ്യതകൾ പലപ്പോഴും നമ്മൾ കാണാത്ത സാധ്യതകളാണ്. ഹാഗാർ എത്ര നേരം അവിടെ ഉണ്ടായിരുന്നു, അവൾ നീരുറവ കണ്ടില്ല. അൺഎക്സ്പെക്റ്റഡ് പോസിബിലിറ്റീസ് ആർ ഗോഡ് ഡിസൈൻഡ് പോസിബിലിറ്റീസ്. ദൈവം തമ്പുരാൻ ഡിസൈൻ ചെയ്ത സാധ്യതകളാണ് അപ്രതീക്ഷിതമായ പല സാധ്യതകളും എന്നുള്ളത്. അൺഎക്സ്പെക്റ്റഡ് പോസിബിലിറ്റീസ് ആർ ലൈഫ് ഗിവിങ് പോസിബിലിറ്റീസ്. നമുക്ക് ജീവൻ നൽകുന്ന സാധ്യതകളാണ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 11ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനമാണ്. കാരണം ഈ 3 പരീക്ഷണം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ 11ാമത്തെ വാക്യം ചേർത്ത് വച്ചിരിക്കുന്നത്. ദൂതന്മാർ അവനെ വന്ന് ശുശ്രൂഷിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. ദൂതന്മാർ അവനെ വന്ന് ശുശ്രൂഷിച്ചു എന്ന് പറഞ്ഞാൽ ചില കമൻറ്റേറ്റേഴ്സ് പറയുന്നത് ഒരു നേഴ്സ് എങ്ങനെയാണോ ശുശ്രൂഷിക്കുന്നത് അതുപോലെ ദൂതന്മാർ വന്ന് ദേ ഫെഡ് ദം. എങ്ങനെയാണ് ഒരു നേഴ്സിംഗ് ശുശ്രൂഷ? ഇവിടെ നേഴ്സുമാരായിട്ട് ശുശ്രൂഷ ജീവിക്കുന്ന അങ്ങനെ ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നത് ദൂതന്മാരുടെ ശുശ്രൂഷയാണ്. ഒരു നേഴ്സ് എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് അതുപോലെ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്ത് യേശു ക്രിസ്തുവിനെ ശുശ്രൂഷ ചെയ്തു എന്ന് വായിക്കുകയാണ്. ചില ആളുകൾ ചോദിക്കും, അച്ഛാ, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു കല്ലിനെ അപ്പമാക്കാതിരുന്നതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ ലൗകികമായ വിശപ്പിനെ ആത്മീയമായ മന്ന കൊണ്ട് ദൈവം തമ്പുരാന് പോഷിപ്പിക്കുമെന്നുള്ള ഉറപ്പ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ മുമ്പേ കാണുന്ന എല്ലാ കല്ലുകളും അപ്പമാകണം എന്ന് തമ്പുരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ മുമ്പിലുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റണം എന്നുള്ളതും തമ്പുരാൻ ഉദ്ദേശിക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന 2 ഭാഗങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യവും 4-ാം അധ്യായം 15-ാമത്തെ വാക്യവുമാണ്. അവിടെ യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പാപമൊഴികെ സകലത്തിലും നമുക്ക് മുമ്പേ പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പോകുന്ന അനുഭവങ്ങൾ അത് നിന്റെ കുഞ്ഞിനെ ഓർത്തൊരു സങ്കടമായിരിക്കാം, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ അനുഭവമായിരിക്കും, തളർന്നു പോകുന്ന അനുഭവമായിരിക്കും, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവമായിരിക്കും. അവൻ നമ്മുടെ മുമ്പേ പോയിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പരീക്ഷണങ്ങളിൽ നമുക്ക് ജീവിക്കുവാൻ ബലം നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് റിമെമ്പർ ഗോഡ് ഇൻ ദ ഹാർഡ് ടൈംസ് ഓഫ് ദ പാസ്റ്റ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ ദൈവം തമ്പുരാൻ നമ്മളെ എങ്ങനെ നടത്തിയത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഡു നോട്ട് ഫോർഗെറ്റ് ഗോഡ് ഇൻ ഗുഡ് ടൈംസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് പോകുമ്പോൾ ദൈവം തമ്പുരാൻ നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കിട്ടുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെയും. യേശു ക്രിസ്തു, ഈ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ ഡ്രാഗ് ചെയ്തു കൊണ്ടുപോയി എന്നാണ് മർക്കോസിൻ്റെ വിവരണം. വലിച്ചഴച്ചു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങോട്ട്? മരുഭൂമിയിലേക്ക്. ആരെ നേടാനാണ്? പരീക്ഷകനെ നേരിടാൻ.
മരുഭൂമിയുടെ അനുഭവം നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. പലരും പറയും, അച്ഛാ ഊഷരമായ ജീവിത സാഹചര്യമാണ്. ഊഷരമായ ജീവിത സാഹചര്യങ്ങളിലും ദൈവം തമ്പുരാൻ അൺഎക്സ്പെക്റ്റഡായിട്ട്, അപ്രതീക്ഷിതമായിട്ടുള്ള നീരുറ ഒരുക്കും എന്നുള്ളതാണ് മരുഭൂമിയിലെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരു അനുഭവം പറഞ്ഞ് ഞാൻ എൻ്റെ ധ്യാന പ്രസംഗം അവസാനിപ്പിക്കാം. ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. മൂത്തത് മോനാണ്, ഇളയത് മോളാണ്. അവളുടെ പേര് കാരിസ് എന്നാണ്. കാരിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രേസ് എന്നാണ്, കൃപ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവളിപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 2016 ഡിസംബർ മാസം 5-ാം തീയതിയാണ് ഞങ്ങളുടെ മോള് ജനിച്ചത്. 4 മാസം എൻ്റെ ഭാര്യ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം അന്ന് ഞാൻ പുനലൂരിനടുത്തുള്ളൊരു ഇടവകയിലാണ്. അവിടെ ഒരു ഗൈനക്കോളജി ഡോക്ടറിനെ കാണിക്കാൻ പോയപ്പം ഡോക്ടർ കുഞ്ഞിനെ സ്കാൻ ചെയ്തതിന് ശേഷം, ഈ എൻ്റെ ഭാര്യയുടെ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം എന്നെയും എൻ്റെ ഭാര്യയും വിളിച്ചിട്ട് പറഞ്ഞു, ഫാദറെ, ഈ കുഞ്ഞിന് 4 മാസത്തെ വളർച്ചയുണ്ട് ഫീറ്റസിന്. പക്ഷേ കുഞ്ഞിൻ്റെ ഫീമർ ബോണിൻ്റെ വളർച്ച, ഫിമറൽ ലെന്ത് 4 ആഴ്ചയ്ക്ക് താഴെ നിൽക്കുകയാണ്. ഫീമർ ബോൺ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ നീളം നൽകുന്ന ബോണാണ്. ഇവിടെ നേഴ്സിംഗുകാരോ മെഡിക്കലുകാരോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടറിയാം. അപ്പം ഞങ്ങൾക്ക് ഫീമർ ബോൺ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ കയ്യിലന്ന് എൻ്റെ ഈ സ്മാർട്ട് ഫോൺ ഇല്ല. അപ്പം ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇതെന്താണ്, മരുന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവർ നല്ലൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. അവർ പറഞ്ഞു, ഫാദറെ പ്രാർത്ഥിക്കാം, ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ പല കേസസും ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ ലാപ്ടോപ്പിൽ, അന്ന് ലാപ്ടോപ്പാണ് എൻ്റെ ഇൻ്റർനെറ്റ് സഹായം, ലാപ്ടോപ്പിൽ നോക്കി വാട്ട് ഈസ് ഫീമർ ബോൺ, വാട്ട് ഈസ് ഫിമറൽ ലെങ്ത്. അപ്പോൾ ഞങ്ങൾ വായിച്ചു, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് 6 ആഴ്ച 4 ആഴ്ചയിൽ കൂടുതൽ ഫീമർ ബോണിൻ്റെ നീളത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് ഡോർഫിസം ബാധിച്ച കൊച്ചു കുഞ്ഞായിരിക്കും എന്ന് ഞാൻ വായിച്ചു. ഞാൻ ഡോക്ടറിനെ പിന്നെയും കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു, ഫാദർ സങ്കടപ്പെടേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പള്ളിയിൽ ഒരു മനുഷ്യനോടും പറഞ്ഞില്ല, ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞില്ല. എൻ്റെ സഹോദരി നേഴ്സ് ആയതുകൊണ്ട് അവളോട് മാത്രം പറഞ്ഞു. എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞില്ല, ഭാര്യയുടെ മാതാപിതാക്കളോട് പറഞ്ഞില്ല, പള്ളിയിലൊരു മനുഷ്യനോടും പറഞ്ഞില്ല. അല്ലെങ്കിലും ഒരച്ഛന് പള്ളിയിൽ മനസ്സ് തുറന്ന് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പറഞ്ഞിട്ട് തിരിച്ച് പാസനേജ് വരുന്നതിന് മുമ്പിട്ട് ഏഷ്യൻ ന്യൂസിൻ്റെ ഫ്ലാഷ് ന്യൂസിലോ മനോരമയുടെ ഫ്ലാഷ് ന്യൂസിലോ അത് എഴുതി കാണിക്കും. അവിടെ ഏതെങ്കിലും അച്ഛന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബാക്കി ചെങ്ങന്നൂരെ കാര്യം എനിക്കറിയില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു. 6-ാം മാസത്തെ സ്കാനിങ്ങിന് പോയി. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 ആഴ്ച അങ്ങനെ തന്നെ നിൽക്കുകയാണ്, മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് ഫാദർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു അഡ്വാൻസ് സ്കാനിങ് നടത്തണം എന്ന് പറഞ്ഞു. അതിവിടെ ഇല്ല, മിഷൻ മറ്റൊരിടത്താണ്, മറ്റൊരിടത്ത് പോകണം, എഴുതി തന്നു. 8-ാം മാസത്തെ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് തലേന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമാണ്. കുഞ്ഞിൻ്റെ ഫീമർ ബോണിൻ്റെ വളർച്ച മാറിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കൊച്ചു കുഞ്ഞാണ്, ഇവിടെ കൊണ്ട് ഞങ്ങൾ എങ്ങനെ പുറത്തു പോകും, അല്ലെങ്കിൽ ആ ജനിക്കുന്ന കുഞ്ഞിനോട് എങ്ങനെ പുറത്തു പോകും. അന്ന് രാത്രിയിൽ അപ്പം കൊട്ടാര കൺവെൻഷന് പാട്ട് കൊടുക്കേണ്ട സമയമാണ്. 2017 ദൈവം നമ്പരാൻ നൽകിയൊരു പാട്ടാണ്, യേശു അല്ലാതെ പാരിൽ ആശ്രയം വേറെ ആരുള്ളൂ, സ്നേഹമോടെ എന്നെ ചേർത്തണയ്ക്കാൻ വേറെ ആരുള്ളൂ. അതിൻ്റെ സ്റ്റാൻസ് ഇങ്ങനെയാണ്, നാളെ എന്നുള്ള ഭാരമേറുമ്പോൾ നയനങ്ങൾ നിറയുന്ന നേരം. 3-4 വരി ഞാനത് പിന്നെ എഴുതി ചേർത്താണ്. നാളെ ഞങ്ങളുടെ ഭാരം സ്കാനിങ്ങിന് പോകുന്നതാണ്. ഞങ്ങൾ നാളെ പോയി സ്കാനിങ് ചെയ്തു. പുറത്ത് സ്കാൻ ചെയ്ത് ഡോക്ടറിനെ കൊണ്ട് കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, ഫാദറെ, ഗ്യാപ്പ് കൂടിയിട്ടില്ല എന്നുള്ളതാണ് പോസിറ്റീവ് സൈൻ, അതുകൊണ്ട് നമുക്ക് ഇന്ന ദിവസം സിസേറിയൻ നടത്താം, ഇനി സ്കാനിങ് ഒന്നും ഫാദർ നടത്തണ്ട. 2016 ഡിസംബർ മാസം 5-ാം തീയതി എൻ്റെ ഭാര്യ സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ തൊട്ടുപുറത്ത് എൻ്റെ കയ്യിൽ വെള്ള പുതച്ച് ഈ ടവലിനകത്ത് കുഞ്ഞിനെ കൊണ്ടു തന്നു. അപ്പം ഞങ്ങളുടെ പള്ളിക്കാർ ഒത്തിരി ആളുകളുണ്ട്, ബന്ധുക്കാരുണ്ട്. പള്ളിക്കാർ ചാടി വീണ് നോക്കിയിട്ട് പറയുകയാണ്, അച്ഛൻ്റെ മൂക്കാണ്, കൊച്ചമ്മയുടെ കണ്ണാണ്, അച്ഛൻ്റെ അമ്മയുടെ ചെവിയാണ്. ഇതൊക്കെ എൻ്റെ മനസ്സിലെ സങ്കടം കൊച്ചിൻ്റെ കൈയും കാലിനെയും കുറിച്ചാണ്. എൻ്റെ പെങ്ങളെന്നോട് പറഞ്ഞു, അച്ഛൻ നോക്കിക്കോണം, കുഞ്ഞിന് കാലുണ്ടോ കൈയുണ്ടോ എന്ന് നോക്കും. ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞിന് കാലും കൈക്കൊന്നും കുഴപ്പമില്ല. അവർ പറഞ്ഞൊരു പീഡിയാട്രീഷ്യനെ കാണിക്കണം. പീഡിയാട്രീഷ്യനെ കാണിച്ചു. അയാൾ പറഞ്ഞു, 2 വയസ്സായാലേ ഒരു കുഞ്ഞിൻ്റെ ഫീമർ ബോണിൻ്റെ വളർച്ച അറിയാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ 2 വയസ്സായപ്പോൾ, ഞാൻ അവിടുന്ന് 2018 MDH പഠിക്കാൻ മാറുമ്പോൾ തിരുവനന്തപുരത്ത് SP ഫോർട്ട് ആശുപത്രിയിൽ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ചെറിയാൻ തോമസ്. ഞാൻ 22 വർഷത്തിന് മുമ്പ് തിരുമേനോട് നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. ആ മനുഷ്യനെ അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു ദേവി സ്കാനിങ് സെൻ്റർ ഉണ്ട്, ഈ അവിടുത്തെ കുമാരപുരത്ത് നിന്ന് മെഡിക്കൽ കോളേജിന് പോകുന്ന വഴിയിൽ. പോയൊരു എക്സ്റേ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ എക്സ്റേ എടുത്തുകൊണ്ട് വന്നു, അദ്ദേഹത്തിൻ്റെ കൊടുത്തു.
പ്രായമുള്ള മനുഷ്യനാണ്, അന്ന് തന്നെ 70 വയസ്സിനടുത്തുണ്ട്. അദ്ദേഹം കസാരയിൽ കുറച്ച് നേരം ഇരുന്ന റിപ്പോർട്ട് വായിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, അച്ഛൻ, ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു 2 വയസ്സുകാരിക്ക് വേണ്ട മുഴുവൻ വളർച്ചയും അവിടെ കാലുകൾക്കുണ്ട്. ഷീ നീഡ്സ് നോ ട്രീറ്റ്മെൻറ്റ്, യു ക്യാൻ ഗോ ബാക്ക്. അവൾക്ക് യാതൊരു ട്രീറ്റ്മെൻറ്റും വേണ്ട, അച്ഛന് ധൈര്യപൂർവ്വം തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞു വളർന്നപ്പോൾ അവൾ ഈ ജനലുകളിൽ വലിഞ്ഞു പിടിച്ച് കയറാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച് കയറട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൾ അമ്മയോട് പറഞ്ഞു അവൾക്ക് കരാട്ട പഠിക്കാൻ പോകണം സ്കൂളിൽ. ഇപ്പോൾ അവൾ 4-ലാണ്. എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു കരാട്ട പഠിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. അവൾ പഠിക്കട്ടെ, അവളുടെ കാലൊക്കെ ആക്റ്റീവ് ആകട്ടെ എന്ന് വിചാരിച്ചു. ഒരു ദിവസം കരാട്ട പഠിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യ എന്നെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് പറഞ്ഞു, കരാട്ട പഠിച്ചതിൻ്റെ ഗുണം കാണണമെങ്കിൽ വീഡിയോ കോളിൽ കണ്ടോളാൻ പറഞ്ഞു. അവൾ കരാട്ട പഠിപ്പിച്ചതെന്നാണ് അവൾ പറയുന്നത്. അവിടെ മാഷ് ലോക്ക് ചെയ്യാൻ പഠിപ്പിച്ചു എന്നാണ് അവൾ പറയുന്നത്. അവൾ കട്ടിലിൽ കിടന്ന എൻ്റെ മോനെ അവളുടെ ആങ്ങളെ കാലുകൊണ്ട് ലോക്ക് ചെയ്തു. അഴിക്കാൻ അറിയത്തില്ല, അൺലോക്ക് ചെയ്യാൻ അടുത്ത വെള്ളിയാഴ്ച പഠിപ്പിക്കത്തുള്ളൂ. ഇവൾക്കത് അഴിക്കാൻ അറിയത്തില്ല. ഇവൾ കാലുകൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൻ എഴുന്നേക്കാൻ വയ്യ, അവൾക്ക് കാലഴിക്കാനും പറ്റത്തില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. മരുഭൂമിയുടെ അനുഭവങ്ങളിൽ if there was a limited possibility, there is a chance to make unexpected possibilities in our life. നമ്മുടെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ, വിരളമായ സാധ്യതകളിൽ അപ്രതീക്ഷിതമായ സാധ്യത ഒടുക്കുന്നവനാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. അത് കൂടെ പാർക്കുന്ന വചനമാണെന്ന് യേശുക്രിസ്തു തിരിച്ചറിഞ്ഞു. കൂടാരമടിക്കുന്ന വചനമാണെന്ന് യേശുക്രിസ്തു തിരിച്ചറിഞ്ഞു. കൂടെ നടക്കുന്ന വചനമാണെന്ന് യേശുക്രിസ്തു തിരിച്ചറിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസത്തെ പ്രസംഗം അവസാനിപ്പിച്ച് വീട്ടിൽ പോകുമ്പോൾ എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെയും നിൻ്റെയും ജീവിത മരുഭൂമിയുടെ അനുഭവങ്ങളിൽ സാധ്യതകൾ വിരളമാണ്. എന്നാൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ, അവൻ നമുക്കായി കരുതുന്നവനാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ വിട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വളരെ വേഗമാണ് ഞാൻ പറഞ്ഞു പോയത്. ചുരുങ്ങി സമയം ചുരുന്നാൽ തിരുമേനി എന്നോട് പറഞ്ഞു, അച്ഛൻ സമയം എടുത്തോളാൻ പറഞ്ഞു. എങ്കിൽ പോലും അവസാനിപ്പിക്കണമല്ലോ. മരുഭൂമി ലിമിറ്റഡ് പോസിബിലിറ്റീസാണ്, അവിടെ അതിജീവനമുണ്ട്. കർത്താവ് അത് തിരിച്ചറിഞ്ഞു. മരുഭൂമി അപ്രതീക്ഷിതമായ സാധ്യതകൾ ഒരുക്കി വച്ചിരിക്കുന്ന ഇടമാണ്. അതിലൂടെ വിടുതലുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. ആ വിടുതൽ ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ കൺവെൻഷൻ കൂട്ടായ്മകളിൽ നമ്മൾ ഒരുമിച്ച് സംബന്ധിക്കാവൂ. ഭൂമിയിലെ യജമാനന്മാരുടെ കൂടാരത്തിൻ്റെ വാതിലടച്ചാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ അടയ്ക്കത്തില്ല. ഉറപ്പുള്ള ആളുകൾ 2 കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. ഞങ്ങളുടെ വാളകത്ത് ഇപ്പം പറഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാം കൈ ഉയർത്തി പറഞ്ഞേനെ. ഭൂമിയിലെ നിങ്ങൾ ആശ്രയിക്കുന്ന യജമാനന്മാരുടെ കൂടാരങ്ങളുടെ വാതിൽ നിങ്ങൾക്ക് നേരെ കൊട്ടിയടച്ചാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാതിൽ ഒരു നാളും അടയ്ക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ആമേൻ.